Good afternoon. Good afternoon, teacher. Jasmine, Naomi. രണ്ടുപേരെ എത്തിയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 5 പേര്. ഒരു വന്യ ഉണ്ടാവുള്ളൂ അല്ലെ? ബ്രേക്ക് എടുക്കാൻ പോയിട്ട് എത്തിയിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ, ഷാരോൺ എത്തി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻസ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? 3-4 എണ്ണം എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ മോക്ക് ടെസ്റ്റിൽ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടല്ലോ. അത് നിങ്ങൾ അത് നോക്കിക്കോളേ, അതോ ഇതിന്റെ ഒപ്പം എഴുതണോ? ഇനി വീണ്ടും അത് എഴുതണോ? വേണ്ട. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. സമയം കളയണ്ട. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അപ്പോ എത്രയാ? 5th ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? ഓക്കെ. എഴുതിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 5. Which type of infection is known as nosocomial infection? Which type of infection is known as nosocomial infection? ഏത് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നേ? എവിടെ നിന്ന് അക്വയർ ചെയ്യുന്നയാ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് അക്വയർ ചെയ്യുന്നേ? ഹോസ്പിറ്റൽ അല്ലേ? ഹോസ്പിറ്റൽസ്. എഴുതിക്കോ. ഞാൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്നുള്ളതിന്റെ മാത്രം ഓപ്ഷൻസ് ആട്ടോ തരുന്നുള്ളൂ. അല്ലാത്തതിന്റെ ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് എഴുതിയെടുത്താൽ മതി. ഇനി ഓപ്ഷൻ ഒക്കെ എഴുതുമ്പോൾ കുറെ നേരം പോകും. അപ്പൊ അതുകൊണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് പറഞ്ഞ ക്വസ്റ്റ്യൻസിന് ഓപ്ഷൻസ് തരാം. മറ്റുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തന്നെ എഴുതാം കേട്ടോ. അപ്പൊ വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? ഏതാണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആൻസർ പഠിച്ചു പോകാം കേട്ടോ. Which type of infection is known as nosocomial infection? ഏതാണ്? Hospital acquired infection. Hospital acquired infection is known as nosocomial infection. Next question. From FROM. From which Latin word? From which Latin word nosocomial, nosocomial, from which Latin word nosocomial is derived? From which Latin word nosocomial is derived? ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് നോസോകോമിയൽ എന്ന പദം ഡിറൈവ് ചെയ്തേക്കുന്നേ? Nosocomial. Okay, very good. Nosocomion. 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 നിങ്ങൾ എഴുതിയതാണ്, ഇനി എഴുതണ്ട. The word nosocomion. What is the meaning? Nosocomion. The meaning എന്താണ്? Hospital. Okay. The word nosocomion means hospital. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. അപ്പൊ അത് നോക്കണം. അത് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. The word nosocomial is derived from Latin word nosocomion. അത് ഏത് വേർഡിൽ നിന്നാണോ? ഫ്രഞ്ച് വേർഡ് ആണോ, ഗ്രീക്ക് വേർഡ് ആണോ, ലാറ്റിൻ വേർഡ് ആണോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ അത് ലാറ്റിൻ വേർഡ് നോസോകോമിയോൺ. ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അത് നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Which of the following? Which of the following? Which of the following is? Which of the following is included? INCLUDED is included in the symptoms of HAI. Which of the following is included in the symptoms of HAI? Symptoms are which of the following is included in the symptoms of hospital acquired infection? Inatha hospital acquired infection de symptoms il ulpadunathu edannu choichekane. Options ezhudiko. A fever, FEVER, fever. B, option B, difficulty in urination. Difficulty in urination. Difficulty in urination. Option C, discharge from a wound. Discharge from a wound. WOUND. River. Discharge from a wound. Option D, all of the above. Symptoms okay. Another symptoms All of the above. All of the above. മൂന്നെണ്ണം symptoms പറഞ്ഞിട്ടുള്ളതാണ്. നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസിൽ ഉൾപ്പെടുന്നതാണ് discharge from a wound, difficulty in urination, fever. Okay, next question. Next question. ഇത് എഴുതണ്ട, ഇത് മോക്ക് ടെസ്റ്റ് തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ? Which of the following is not hospital acquired infection? Pneumonia, meningitis, cancer, urinary tract infection. ഏതാ ആൻസർ? Not hospital acquired infection. അല്ലാത്തത് ഏതാ? ഓപ്ഷൻ എ pneumonia, meningitis, cancer, urinary tract infection. ഏതാണ്? Cancer. Okay, cancer. Cancer ആണ് ഇതിനകത്ത് വരാത്തത്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. Which of the following comes under direct contact transmission? Which of the following comes under direct contact transmission? Okay. Options എഴുതിക്കോ. Tained gloves, TAINED. Tained gloves, GLOVES. B, option B, contaminated needles.
Contaminated needles. Option C, contaminated instruments. Contaminated instruments. 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 Option D, personal contact. Personal contact. Which of the following comes under direct contact transmission? Direct contact transmission Personal contact. Personal contact. Okay, personal contact. മോക്ക് ടെസ്റ്റിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? ഞാൻ രണ്ടും നോക്കണ്ട്. അതില് അതർ പേഷ്യന്റ് കെയർ ജോബ് ആയിരുന്നു. ഓക്കെ ഓക്കെ. ഞാൻ രണ്ട് നോട്ടും അതും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇല്ലാത്തത് നിങ്ങൾക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചാണ്. ഓക്കെ. പിന്നെ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് തന്നിട്ടുണ്ട്. നോട്ട് കംസ് അണ്ടർ വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ ഫ്ലൈസ്, മോസ്കിറ്റോ, ഫുഡ്, റാറ്റ്സ്. അതിനകത്ത് വരാത്തത് ഫുഡ് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. Which of the following comes under support services, SUPPORT, support services, SERVICES, support services in Infection Control Committee? Which of the following comes under support services in Infection Control Committee? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മൾ അതിനകത്ത് ആ ടേബിളിൽ നോക്കിയാൽ മതി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ കീഴിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കണേ. കംസ് അണ്ടർ സപ്പോർട്ട് സർവീസസ് കേട്ടാ. സപ്പോർട്ട് സർവീസസ് ഇൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ സപ്പോർട്ട് സർവീസിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ എഴുതിക്കോ. OT, ഓപ്പറേഷൻ തിയേറ്റർ. B, sanitation. C, option C, housekeeping. D, all of the above. All of the above. Operation theatre, CSST, housekeeping, sanitation, engineering, pharmacologist, store officer, material department. ഇതൊക്കെ സപ്പോർട്ട് സർവീസസിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ ഇത് നിങ്ങൾ എഴുതിയതാണ്. Who among the following are not included in the infection control committee? എഴുതിയതല്ലേ? ഇൻഫെക്ഷൻ ഇല്ലല്ലോ, തന്നിട്ടില്ല. ആ ക്വസ്റ്റ്യൻ എഴുതിക്കോ. തന്നിട്ടുണ്ടല്ലോ. തന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം തന്നായിരുന്നു അല്ലേ? ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ചെയർപേഴ്സൺ, മെമ്പർ സെക്രട്ടറി, ക്വാളിറ്റി മാനേജർ, സപ്പോർട്ട് സർവീസസ്. ഇതിനകത്ത് ആരായിരുന്നു? ക്വാളിറ്റി മാനേജർ ആണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് വേറൊരു പിന്നെ കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ മോക്ക് ടെസ്റ്റിൽ 5 എണ്ണവും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ. അതിനകത്ത് കഴിഞ്ഞ ദിവസം ഇട്ടയില് ചോദിച്ചേക്കുന്നത് ഇതും എഴുതിയായിരുന്നു. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് PPE? PPE ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പോസിറ്റീവ് പ്രഷർ എക്യുപ്മെന്റ്, പോസിറ്റീവ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്,
patient protective equipment. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതും കഴിഞ്ഞ ബാച്ചിലെ പിള്ളേർക്ക് ഒരു കൺഫ്യൂഷൻ വന്നതാണ്. അതിന്റെ ഓപ്ഷൻസ് അതിനകത്ത് കൊടുത്തേക്കുന്ന ഓപ്ഷൻസേ അതിനകത്ത് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് PPE എന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അവിടെ ഓപ്ഷൻസ് കൊടുക്കുന്ന പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്, പേഴ്സണലൈസ്ഡ് പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, ഇങ്ങനെയായിരുന്നു ഓപ്ഷൻസ്. അപ്പൊ അതിനകത്ത് ജസ്റ്റ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളൂ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റും ഉണ്ട്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ്സും ഉണ്ട്. അപ്പൊ അതിനകത്ത് പ്രൊട്ടക്റ്റീവ് എന്ന് തന്നെ എഴുതാം കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അതായിരുന്നു ഓപ്ഷൻസ്. അവിടെ അങ്ങനെയായിരുന്നു 4 ഓപ്ഷൻ കൊടുത്തത്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഓക്കെ. പിന്നെ അടുത്തത് റോൾ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ അതിന്റെ റോളുകൾ നോക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ വരുന്നത് ഏതാണ്, വരാത്തത് ഏതാണ്, അത് കഴിഞ്ഞ ദിവസം തന്നതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഗ്ലൗസ്, ഗൗൺ, മാസ്ക്, ഓൾ ഓഫ് ദ എബോ. അത് 3 പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ ഹു ഇസ് ദ ഹെഡ് ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? അതായിരുന്നു സെക്രട്ടറി, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ, ചെയർപേഴ്സൺ, നൺ ഓഫ് ദ എബോ. ഹു ഇസ് ദ ഹെഡ്? ചെയർപേഴ്സൺ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഇനി റിവിഷൻ ഒക്കെ വരുമ്പോ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് അന്നേരം ചെയ്യാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇത് നോക്കി, ഇതിന്റെ ഓപ്ഷൻ നോക്കി നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുതണ്ട. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? നോസ് ഇൻഫെക്ഷൻ, ഐ ഇൻഫെക്ഷൻ, hospital associated infection, conjunctivitis. Hospital associated infection. Okay, അത്രയൊക്കെ മതി. ഇനി നെക്സ്റ്റ് ഇത് മെഡിക്കൽ ഗ്യാസ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ 34 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഹോസ്പിറ്റൽസില് നമുക്ക് കുറെ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാ ഒരു എക്സാമ്പിൾ പറയാമോ? ഓക്സിജൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്സിജൻ എവിടെയാ യൂസ് ചെയ്യണേ? ഓക്സിജൻ വെന്റിലേഷൻ അല്ലെ? വെന്റിലേറ്ററിലൊക്കെ ഓക്സിജൻ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രീത്തിങ്, ശ്വസന സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്ക് എന്താ പറയാ ശ്വസനത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക് കൊടുക്കുന്ന ഗ്യാസ് ഓക്സിജൻ. വെന്റിലേറ്ററിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് ഓക്സിജൻ. പിന്നെ അതുപോലെ തന്നെ കുറെ മെഡിക്കൽ ഡിവൈസുകൾ ഡ്രൈവ് ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന് ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോസ് സർജറി, ഇങ്ങനെയുള്ള കുറെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് ഏത് ഗ്യാസാ കൊടുക്കണേന്ന് അറിയോ? അനസ്തേഷ്യ നൈട്രസ് ഓക്സൈഡ് ആണ് അനസ്തേഷ്യക്ക് കൊടുക്കുന്നത്. അങ്ങനെ കുറെ ഗ്യാസുകൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞു സപ്പോർട്ട് സർവീസസ് പറഞ്ഞു അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിലെ ഈ മറ്റുള്ള സപ്പോർട്ട് സർവീസുകളുടെ ഒപ്പം തന്നെ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസും ഈ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഈ സർവീസിന് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ അത്യാവശ്യമായിട്ട് നെസസറി സർവീസ് ആണ്. ഇപ്പൊ നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ചെന്ന് അവർക്ക് പെട്ടെന്ന് ബ്രീത്തിങ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് വെന്റിലേറ്റർ കൊടുക്കണം. അപ്പൊ അവിടെ വെന്റിലേറ്റർ ഇല്ല, അവിടെ ഓക്സിജൻ ഗ്യാസ് അവൈലബിൾ അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ജീവിതത്തിൽ തന്നെ ബാധിക്കും അല്ലെ? അവർക്ക് മരണത്തിന് വരെ കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള സപ്പോർട്ട് സർവീസസിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം.
മെഡിക്കൽ ഗ്യാസസ്. അത് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഗ്യാസസ് ഏതൊക്കെയാണ്, അത് ഓരോ ഗ്യാസസും എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഇതേക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗ്യാസ് സിലിണ്ടറുകളും അതിന്റെ കളർ കോഡുകളും പഠിക്കാനുണ്ട്. അത് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ? വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടർ? അപ്പൊ അതിന്റെ ഇത് ഓരോ ഗ്യാസസും പറയുമ്പോൾ തന്നെ അതിന്റെ കളർ കോഡും നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ ആക്കി നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തില് നിങ്ങളുടെ പ്രിന്റഡ് നോട്ടിൽ തന്നിട്ടുണ്ട്. അതിനകത്ത് ഓരോ ഗ്യാസ് സിലിണ്ടേഴ്സും അതിന്റെ കളർ കോഡും പഠിക്കാനുണ്ട്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കണം. എല്ലാ ഇതിനകത്തും ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. പിന്നെ ഓരോ ഗ്യാസുകൾ എവിടേക്കാണ് യൂസ് ചെയ്യണേ എന്നുള്ളതുമാണ് ആദ്യത്തെ അതിനകത്തൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്റർ ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റലില് മറ്റുള്ള സർവീസസുകളെ പോലെ തന്നെ അതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നെസസറി സർവീസ് ആണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. മെഡിക്കൽ ഗ്യാസ് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യൻസ്. മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ആർക്ക് നൽകുന്നതാണ്? അഡ്മിനിസ്ട്രേറ്റഡ്, എന്താണ് കൊടുക്കുക, ആർക്ക് നൽകുന്ന ഗ്യാസസ് ആണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്? പേഷ്യൻസ്, അല്ലെ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസസ് ആണ്. അത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാകാം, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ ഇത് ബേസ് ചെയ്തിട്ട് ഓരോ സർജിക്കൽ ഡിവൈസുകൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യാനാവാം. ഈ എക്സാമ്പിൾ ആയിട്ട് തെർമോമീറ്റർ, നെബുലൈസ് ചെയ്യൂലേ നമുക്ക്, നെബുലൈസർ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാനും, അതുപോലെ തന്നെ പല പ്രൊസീജിയർ ട്രീറ്റ്മെന്റിനും അനസ്തേഷ്യ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താ പറയാ ഗ്യാസുകൾ, അതാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അതപ്പോ പേഷ്യന്റിന് നൽകുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസസ്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആർ ഇൻക്രീസിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താ? വർദ്ധിച്ചു വരുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റംസ് ആർ ഇൻക്രീസിംഗ്ലി ടേണിംഗ് ഔട്ട് ടു ബി ആൻ essential requirement in hospital in the same way that other necessary service and utilities like electricity, വാട്ടർ ആൻഡ് എയർ കണ്ടീഷനിങ്, മറ്റുള്ള നെസസറി സർവീസുകൾ, അതായത് ഇലക്ട്രിസിറ്റി, ഹോസ്പിറ്റലിലെ ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. വാട്ടർ, എയർ കണ്ടീഷനിങ്, മറ്റുള്ള യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞ അവശ്യ വസ്തുക്കള്, അതുപോലെ അതിന്റെ ഒപ്പം തന്നെ മറ്റുള്ള നെസസറി സർവീസുകളുടെ ഒപ്പം തന്നെ എന്താ ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള ഒരു നെസസറി സർവീസ് ആണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, അതിന്റെ ആവശ്യകത എന്താണ്? വർദ്ധിച്ചു വരികയാണ് ഹോസ്പിറ്റൽസിൽ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആർ ഇൻക്രീസിംഗ്ലി ടേണിംഗ് ഔട്ട് ടു ബി എസെൻഷ്യൽ റിക്വയർമെന്റ്സ്, വളരെ അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് ആണ് ഇൻ ഹോസ്പിറ്റൽ. ഏതിന്റെ ഒപ്പം തന്നെ? മറ്റുള്ള നെസസറി സർവീസുകളുടെ ഒപ്പം തന്നെ, അതായത് എന്താണ്? ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ്, അതുപോലെയുള്ള നെസസറി സർവീസുകളുടെ ഒപ്പം തന്നെ ഈ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഗ്യാസുകൾ. Medical gases, which are gases used in medical procedure, are used for treatment. ട്രീറ്റ്മെന്റിന് വേണ്ടി, അതാണ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്താ ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് നിറയ്ക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചു കഴിയുമ്പോൾ എന്താണ്? വയറിങ്ങനെ വീർത്ത് നിൽക്കും. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വയറ് ഊതി വീർപ്പിച്ച് നിർത്തുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല മെഡിക്കൽ പ്രൊസീജിയറുകൾ, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന മെഡിക്കൽ പ്രൊസീജിയറുകൾ ഫോർ അനസ്തേഷ്യ നൽകാറില്ലേ ഈ സർജറിക്ക് മുന്നേ? അനസ്തേഷ്യ
തന്നിട്ടല്ലേ സർജറി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഉപയോഗിക്കുന്നത് നൈട്രസ് ഓക്സൈഡ് ഗ്യാസ് ആണ് അനസ്തേഷ്യ ചെയ്യുമ്പോൾ. ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്, മെഡിക്കൽ ഡിവൈസുകൾ അല്ലെങ്കിൽ ടൂൾസുകൾ ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ, വെന്റിലേറ്റർ, പിന്നെ അതുപോലെ നെബുലൈസർ, ഗ്ലൂക്കോമീറ്റർ, ഇങ്ങനെയുള്ള ടൂൾസുകൾ, ഡിവൈസസുകൾ, മെഡിക്കൽ ഡിവൈസുകളൊക്കെ ഡ്രൈവ് ചെയ്യാനും ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ എവിടേക്ക് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യണേ നോക്കിയേ. മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയർ ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്, ഫോർ അനസ്തേഷ്യ ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ്. ഓക്കെ, ഒരു മെഡിക്കൽ ഗ്യാസ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ? ഹോസ്പിറ്റൽസില് പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അത് പല ഗ്യാസുകളും ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ എന്താ മെഡിക്കൽ എയർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, വാക്വം ഉണ്ട്, പിന്നെ കംപ്രസ്ഡ് എയർ ഉണ്ട്. അങ്ങനെ പല മെഡിക്കൽ ഗ്യാസസുകളും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് കൊടുക്കുന്ന ഗ്യാസുകളാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. അത് എന്തിനാണ്? മറ്റുള്ള അവശ്യ സർവീസുകളെ പോലെ, നെസറി സർവീസുകളെ പോലെ തന്നെ എന്താണ് എസെൻഷ്യൽ ആയിട്ട് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ് നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെഡിക്കൽ ഗ്യാസുകൾ. അത് ഏതൊക്കെ? മെഡിക്കൽ പ്രൊസീജിയർ, ട്രീറ്റ്മെന്റിന് പല ട്രീറ്റ്മെന്റുകളിലും മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അനസ്തേഷ്യ കൊടുക്കാന്, പിന്നെ മെഡിക്കൽ ഡിവൈസുകൾ അല്ലെങ്കിൽ ടൂൾസുകൾ ഡ്രൈവ് ചെയ്യാനൊക്കെ ഈ മെഡിക്കൽ ഗ്യാസ് ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എവിടേക്കാണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്ന ഏരിയ? ഹോസ്പിറ്റൽസിൽ ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്ന ഏരിയാസ് എവിടേക്കാണ്? മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റലില് എവിടെയൊക്കെ, ഏതൊക്കെ ഏരിയാസിലാണ് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത് നോക്കിയേ. The departments that use medical gases in hospital consist of rooms. പല റൂമുകളില് റിക്കവറി റൂം. എന്താ റിക്കവറി റൂം എന്ന് പറയുന്നേ? റിക്കവറി റൂം എന്താണ്? റിക്കവറി റൂം, റിക്കവറി റൂം കേട്ടിട്ടില്ല അങ്ങനെ? ഈ സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോ, സർജറി ഇപ്പോ എന്താ ഏതായിക്കോട്ടെ, ഏതെങ്കിലും സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോ എന്താ, സർജറി കഴിഞ്ഞ ഉടനെ അപ്പൊ തന്നെ നമ്മളെ പേഷ്യന്റിനെ ആ റൂമിലേക്ക് കൊണ്ടുവരികയാണോ ചെയ്യുന്നേ? അപ്പൊ തന്നെ പേഷ്യന്റിനെ കൊണ്ടുവരുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, ആ സർജറിക്കൊക്കെ ശേഷം അവർക്ക് കുറച്ചും കൂടി കെയർ കൊടുക്കണം. ശരിക്കും ആ സെഡേഷൻ ഒക്കെ വിട്ടുമാറണം. അപ്പൊ അതൊക്കെ നേരെ ഒബ്സർവേഷനിൽ നമ്മൾ ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് ഈ ഓപ്പറേഷൻ തിയേറ്ററിനോട് അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന ആ തിയേറ്ററിനോട് ചേർന്ന് തന്നെ വേറൊരു അഡീഷണൽ സെപ്പറേറ്റ് റൂം ഉണ്ടാവും, അവര് പ്രത്യേകം ഒബ്സർവ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ സെഡേഷൻ ഒക്കെ മാറി ഒരു കുറച്ച് ഇതായി കഴിഞ്ഞ്, ഇപ്പൊ ഇന്ന് സർജറി കഴിഞ്ഞാൽ വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയൊക്കെയാണ് ആ പേഷ്യന്റിനെ റൂമിലേക്ക് മാറ്റുന്നത്. അപ്പൊ അതുവരെയും അവരെ കിടത്തുന്ന ആ റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. റിക്കവറി റൂംസ് റെഫേഴ്സ് ടു എ hospital rooms for the care of patient immediately after surgery. ആ സർജറിക്ക് ശേഷം ആ പേഷ്യൻസിന് കുറച്ച് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പ്രത്യേകം കിടത്തുന്ന ആ റൂമിനെയാണ് റിക്കവറി റൂംസ് എന്ന് പറയുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷണൽ ഏരിയാസ്. ഒബ്സ്ട്രറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒബ്സ്ട്രറ്റിസ് പ്രസവ ചികിത്സ. ലേബർ റൂമുകളൊക്കെ ഇല്ലേ, അവിടെ ഒബ്സ്ട്രറ്റിസ് ആൻഡ് ഗൈനക്കോളജി വാർഡ്. ഗൈനക്കോളജി വാർഡുകളില് പിന്നെ ICU, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU, ജനറൽ വാർഡ്സ് എക്സെട്ര. ഇവിടെയൊക്കെ മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെ ഏരിയ ആണ്. അപ്പൊ അത് നോക്കണം കേട്ടോ, ഏതൊക്കെ ഏരിയാസിലാണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നത്. കൺസിസ്റ്റ് ഓഫ് റൂം, റിക്കവറി റൂംസ്, diagnostic procedure and interventional areas, obstetrics and gynecology wards, ICU, general wards, etc. Equipment is connected to be medical gas pipeline system by
സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ്. എക്യുപ്മെന്റ്സ് എന്താണ് സ്റ്റേഷൻ ഔട്ട്ലെറ്റുകൾ വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതൊരു പൈപ്പ് ലൈൻ, ഓരോ പൈപ്പ് ലൈനിൽ കൂടിയാണ് ഇത് വരുന്നത്. അപ്പോ ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ആ പേഷ്യന്റിന് ആ ബെഡിന്റെ അടുത്തേക്ക് തന്നെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെയാണ്. ഇപ്പൊ നമ്മള് എന്താണ് ഹോസ്പിറ്റൽസിലൊക്കെ അധികം ചേർന്ന് കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ ബെഡിന്റെ അടുത്ത് വലിയ കുറ്റി ഇപ്പൊ ഓക്സിജൻ സിലിണ്ടർ അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ ഓക്സിജൻ സിലിണ്ടർ ആ ബെഡിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ പറ്റുമോ? ഇപ്പൊ അങ്ങനെ അധികം ഇല്ല ഹോസ്പിറ്റൽസിലൊന്നും. അതിന് പകരം ഇപ്പൊ ഒരു പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ കൂടിയാണ് ഓരോ പേഷ്യന്റിന്റെയും അല്ലെങ്കിൽ ഓരോ ബെഡിന്റെ അടുത്തേക്ക് ഈ ഗ്യാസസ് വരുന്നത്. അല്ലാതെ വലിയ കുറ്റിയിൽ നിറച്ച് ഓരോ പേഷ്യന്റിന്റെ അടുത്ത് ഓരോ ഓക്സിജൻ കുറ്റി അങ്ങനെയല്ല വെച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു എങ്ങനെയാണ് എക്യുപ്മെന്റ് സ്റ്റേഷൻ ഔട്ട്ലെറ്റ്സ് വഴി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റവുമായി ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നു. Medical gas system includes vacuum system and waste anesthetic gas disposal. ഈ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വാക്വം സിസ്റ്റം, അത് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, വാക്വത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. അനസ്തെറ്റിക് ഗ്യാസ് സ്കാവെഞ്ചിങ് സിസ്റ്റം. സ്കാവെഞ്ചിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കാൻ, വൃത്തിയാക്കുന്നത്. മെഡിക്കൽ അതാണ് എന്താണ് അനസ്തെറ്റിക് സിസ്റ്റത്തിലെ വാക്വം സിസ്റ്റത്തൊക്കെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇൻക്ലൂഡ്സ് വാക്വം സിസ്റ്റം ആൻഡ് വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ. ഇതിനകത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു 2 സെന്റൻസ് ഒന്ന് എഴുതിക്കോ. ചാപ്റ്ററിന്റെ പേര് എഴുതാ, എന്നിട്ട് ചാപ്റ്റർ 34 സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്നൊന്ന് എഴുതി വെച്ചോ കേട്ടോ. ചാപ്റ്ററിന്റെ പേര് എഴുതിക്കോ. ചാപ്റ്റർ 34 മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഹെഡിങ് എഴുതിയോ? ഓക്കെ. എന്റെ താഴെ എഴുതിക്കോ മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ ഗ്യാസ്, മെഡിക്കൽ ഗ്യാസസ് എന്ന് എഴുതിക്കോ. മെഡിക്കൽ ഗ്യാസസ്. മെഡിക്കൽ ഗ്യാസ് എന്നാണെങ്കിൽ കുഴപ്പമില്ല. മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ ഗ്യാസ് ഈസ് എ medical gas is a medical gas is a single single. Medical gas is a single or mixed gases. ഒന്നില്ലെങ്കിൽ അത് സിംഗിൾ ഒറ്റ ഗ്യാസ് ആവാം, അല്ലെങ്കിൽ പല ഗ്യാസുകൾ മിക്സ് ചെയ്തതാവാം, മിക്സ്ഡ് ഗ്യാസസ് ആവാം. മെഡിക്കൽ ഗ്യാസ് ഈസ് എ സിംഗിൾ ഓർ മിക്സ്ഡ് ഗ്യാസസ് supplied 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 centrally 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 by medical piping system, by medical piping system for the treatment. എന്തിനു വേണ്ടിയിട്ടാണ്? for the treatment, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, രോഗചികിത്സയുടെ ഭാഗമായിട്ട്, ഓർ കോമിഡ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ പല ഡിസീസും ഐഡന്റിഫൈ ചെയ്യാൻ, ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, രോഗം നിർണയിക്കാൻ വേണ്ടിയിട്ട്, ഡയഗ്നോസിസ് DIAGNOSIS, ഡയഗ്നോസിസ് ഓർ പ്രിവെൻഷൻ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടിയിട്ട്, PREVENTION, പ്രിവെൻഷൻ ഓഫ് പേഷ്യൻസ് ഡിസീസസ്, രോഗങ്ങളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട്, പ്രിവെൻഷൻ ഓഫ് പേഷ്യൻ ഡിസീസസ് DISEASES, diseases, or for driving, DRIVING, driving
സർജിക്കൽ ടൂൾസ്, driving surgical tools and instruments. Driving surgical tools and instruments. Medical gas is a single or mixed gases supplied centrally by medical pipeline system for the treatment, diagnosis or prevention of patient disease or for driving surgical tools and instruments. എന്താ പറഞ്ഞേക്കുന്ന മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്താണ്? പല ഹോസ്പിറ്റൽസിൽ പല ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യുക, രോഗങ്ങൾ എന്തൊക്കെയാണ് രോഗം നിർണ്ണയിക്കാനായിട്ട്, അല്ലെങ്കിൽ ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സർജിക്കൽ ടൂൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് മെഡിക്കൽ പൈപ്പ് ലൈൻ സംവിധാനം കേന്ദ്രീകൃതമായി ഒരു വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സിംഗിൾ അല്ലെങ്കിൽ മിക്സ്ഡ് ഗ്യാസിനെയാണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്. മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത് അത് ഒന്നിന് സിംഗിൾ ഗ്യാസ് ആവാം അല്ലെങ്കിൽ മിക്സ്ഡ് ഗ്യാസ് ആവാം. ഇത് എന്തിനാ യൂസ് ചെയ്യണത്? ട്രീറ്റ്മെന്റിനോ അല്ലെങ്കിൽ അനസ്തേഷ്യക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ് ആൻഡ് ടൂൾസ് ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ നെബുലൈസർ വർക്ക് ചെയ്യാൻ, തെർമോമീറ്റർ, പൾസ് ഓക്സിമീറ്റർ, ഗ്ലൂക്കോമീറ്റർ ഇതൊക്കെ വർക്ക് ചെയ്യാനൊക്കെ ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഏകദേശം ഒരു ഐഡിയ കിട്ടിയ എന്താണ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്? gases are medical gases are gases administered to patients. ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് പല ഇതിന് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്, അനസ്തേഷ്യയുടെ ഭാഗമായിട്ട്, ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസുകൾ, ടൂൾസുകൾ ഡ്രൈവ് ചെയ്യാനായിട്ട്, അങ്ങനെ പല ഇതിലും എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് പറഞ്ഞത് മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. ഇനി എവിടേക്കാണ് ഈ മെഡിക്കൽ ഗ്യാസുകൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഏരിയാസ്? റിക്കവറി റൂം, ഞാൻ പറഞ്ഞല്ലോ, സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ആ പേഷ്യന്റിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് കിടത്തുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. സർജറിക്ക് ശേഷം കിടത്തുന്നതാണ്. ഒന്ന് അവര് നോർമൽ ആവാൻ വേണ്ടിയിട്ട്, ആ സെഡേഷനൊക്കെ മാറാനൊക്കെ വേണ്ടിയിട്ട് അവര് വേറെ കിടത്തുന്ന റൂമാണ് റിക്കവറി റൂം. പിന്നെ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ആൻഡ് ഇന്റർവെൻഷണൽ ഏരിയാസ്, ഇടപെടൽ മേഖലകള്, ഒബ്സ്റ്ററ്റിക് ആൻഡ് എന്താ പ്രസവ അനുബന്ധമായിട്ടുള്ള പ്രസവ ചികിത്സ, പിന്നെ ഗൈനക്കോളജി വാർഡുകളിലൊക്കെ, പ്രസവ വാർഡുകളിലും ഗൈനക്കോളജി വാർഡുകളിലും ICUയില് ജനറൽ വാർഡ്സിലൊക്കെ ഈ മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആ പറയുന്നത്. ഇത് ഓരോന്നും നിങ്ങള് എന്താ പറയാ, ഈ ഇപ്പൊ പ്രിന്റഡ് നോട്ടില്ലേ നിങ്ങള്, അതിന്റെ ഒപ്പം തന്നെ ആ കളർ കോഡ് ജസ്റ്റ് മനസ്സിലാവാൻ വേഗം ഞാൻ പറയാം. ഓരോന്നും പറയുമ്പോ അതിന്റെ ആ സിലിണ്ടറിന്റെ കളർ കോഡാണ് കേട്ടോ. ഇപ്പൊ മെഡിക്കൽ എയർ, അതില് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള മെഡിക്കൽ ഗ്യാസസിനെ കുറിച്ച് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. മെഡിക്കൽ എയർ, മെഡിക്കൽ എയർ, മെഡിക്കൽ എയർ അതിന്റെ കളർ കോഡ്, ആ സിലിണ്ടറിന്റെ കളർ കോഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും കളർ കോഡ്. സിലിണ്ടർ കളർ കോഡാണ്. അപ്പൊ ആ ബ്ലാക്കും വൈറ്റും ഉള്ള സിലിണ്ടർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മെഡിക്കൽ എയർ ആണ്. അല്ലാതെ നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ. തുറന്നു നോക്കിയിട്ട് ഏത് ഗ്യാസ് ആണോ, ഓക്സിജൻ ആണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ഗ്യാസ് സിലിണ്ടറിനും അത് ഓരോ കളേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ കളർ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഗ്യാസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിൽ ഫസ്റ്റ് മെഡിക്കൽ ഗ്യാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന മെഡിക്കൽ എയർ ആണ്. മെഡിക്കൽ എയർ അതിന്റെ നേരെ എഴുതിക്കോ, കളർ കോഡ് വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. മെഡിക്കൽ എയർ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്, മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. മെഡിക്കൽ എയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ മിക്സഡ് ഓഫ് ഗ്യാസസ് ആണ്. പല ഗ്യാസുകളുടെ ഒരു മിക്സ് ആണ്. അതിന് മെയിൻ ആയിട്ട് ഓക്സിജനും നൈട്രജനും ആർഗണും ഇതിന്റെ ഒരു മിക്സർ ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്.
അതിന് ഞാൻ തരാം കേട്ടോ. മെഡിക്കൽ എയറിന്റെ ചെറിയ നോട്ട് തരാം. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ ഇസ് എ മിക്സഡ് ഓഫ് ഗ്യാസസ് ദാറ്റ് ഈസ് പ്രൈമറിലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ. പ്രധാനമായിട്ടും നൈട്രജനും ഓക്സിജനും ഉള്ള ഒരു മെഡിക്കൽ എന്താണ് ഗ്യാസ് മിക്സർ ആണ്. മിക്സർ ഓഫ് ഗ്യാസസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ അത് ആദ്യം നമുക്ക് ആ നോട്ട് ഒന്ന് നോക്കാം, എന്നിട്ട് ഞാൻ നോട്ട് തരാം. നോക്കി, മെഡിക്കൽ എയർ. മെഡിക്കൽ എയർ മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ. കംപ്രസ്ഡ് എയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അന്തരീക്ഷ മർദ്ദത്തെക്കാളും സാന്ദ്രത വരുത്തപ്പെട്ട വായുവിനെയാണ് കംപ്രസ് ചെയ്ത എയർ, കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദത്തെക്കാൾ സാന്ദ്രത വരുത്തപ്പെട്ട വായുവിനെയാണ് കംപ്രസ്ഡ് എയർ എന്ന് പറയുന്നത്. അപ്പൊ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് മീൻസ് എ ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ടു ഡിസ്ട്രിബ്യൂട്ട് മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൊക്കെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി, അതിനാണ് മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കംപ്രസ് ചെയ്ത ഒരു വായുവിന്റെ ശുദ്ധമായ രൂപത്തിനെയാണ്, ശുദ്ധമായ വിതരണം, ഡിസ്ട്രിബ്യൂട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്, ശുദ്ധമായ വിതരണത്തിനെയാണ്, വിതരണം എന്നാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഓർക്കുക, ഇത് ഒരു ഗ്യാസ് അല്ല, 2-3 ഗ്യാസുകളുടെ ഒരു മിക്സർ ഓഫ് ഗ്യാസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. മെഡിക്കൽ എയർ എന്ന് പറയുന്ന ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനായി ഉപയോഗിക്കുന്ന കംപ്രസ് ചെയ്ത ആ വായുവിന്റെ ശുദ്ധമായ വിതരണം എന്നാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾ. കണ്ടോ, ഇതെന്ന് വെച്ചാൽ പൊല്യൂഷൻ ഫ്രീ ആണ്, ഒരു മലിനമൊന്നും അല്ല, പൊല്യൂഷൻ ഫ്രീ ആണ്, നല്ല പ്യുവർ എയർ ആണിത്. പൊല്യൂഷൻ, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്, അതുപോലെ മറ്റുള്ള പാർട്ടിക്കിളിൽ നിന്നും പൊല്യൂഷനിൽ നിന്നൊക്കെ ഫ്രീ ആണ്. ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്. ഓഡേഴ്സ് ഗന്ധം ഇല്ല, നോ ഓയിൽ ഇല്ല, ഓർ ഓഡേഴ്സ്, ആൻഡ് ഈസ് ഡ്രൈ ടു ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ്ലൈൻ. പൈപ്പ്ലൈനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത്, വാട്ടർ ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റി പൈപ്പ്ലൈൻ. പൈപ്പ്ലൈനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ തടയുന്നതും, പിന്നെ എന്താണ്, ഈ കളറില്ലാത്തതും ഗന്ധമില്ലാത്തതും പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ പാർട്ടിക്കിൾസ് ഫ്രീ ആയിട്ടുള്ളതുമായിട്ടുള്ള എയറിനെയാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ആ എയർ, അങ്ങനെയുള്ള എയർ ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാ വരുന്ന? ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്, ഹാസ് നോ ഓയിൽ ഓർ ഓഡേഴ്സ്, അതിന് ഗന്ധമില്ല, കളറില്ല, പിന്നെ അതുപോലെ തന്നെ ഈ മെഡിക്കൽ എയർ എന്ത് ചെയ്യുന്ന? ബ്ലോക്ക് വാട്ടർ ബിൽഡപ്പ് ഇൻ ദ ഫെസിലിറ്റീസ് പൈപ്പ്ലൈൻ. പൈപ്പ്ലൈനിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയുകയും ചെയ്യുന്നു. When a patient is in the operating room, whether it is an emergency or not, എമർജൻസി ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് ആണെങ്കിൽ, അടിയന്തരമായാലും അല്ലെങ്കിലും, നോട്ട് എ സർജൻ ഡിപ്പെൻഡ്സ് ഓഫ് മെഡിക്കൽ എയർ. അപ്പൊ ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ റൂമിനകത്ത് ഓപ്പറേഷൻ സർജറിക്ക് വേണ്ടി വിധേയമായി സർജൻ അവിടെ ചെയ്യുമ്പോൾ എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും സർജൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? സർജൻ ഡിപ്പെൻഡ്സ് ഓൺ മെഡിക്കൽ എയർ കംപ്രസർ. എന്തിനു വേണ്ടിയിട്ടാ? ടു കീപ് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. പേഷ്യന്റിന് കംഫർട്ടബിലിറ്റിക്ക്, സുഖപ്രദമായിട്ടും അതുപോലെ തന്നെ ബ്രീത്തിങ്ങിനും, നല്ലോണം ശ്വസിക്കാനും, അവർക്കുടെ ആ കംഫർട്ടബിലിറ്റിക്കും ഈ സർജൻ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോ when a patient is in the operating room, whether is an emergency or not, എമർജൻസി ആയിട്ടാണെങ്കിലും, എമർജൻസി പേഷ്യന്റിന് മാത്രമല്ല, എമർജൻസി ആണെങ്കിലും അല്ലെങ്കിലും സർജൻ ഈ ഓപ്പറേഷൻ തിയേറ്ററില്, ആ റൂമില്, ഓപ്പറേറ്റിംഗ് റൂമില് ആ സർജൻ മെഡിക്കൽ എയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് സർജൻ മെഡിക്കൽ എയർ കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്? ടു കീപ് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. പേഷ്യന്റിന്റെ കംഫർട്ടബിലിറ്റിക്ക്, അവരുടെ സുഖപ്രദമായിട്ടുള്ളതിനും അതുപോലെ നല്ല ശ്വസനത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ സർജൻ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
അപ്പൊ നിങ്ങളത് ഇതിനകത്ത് കറക്റ്റ് ഒരു ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ. ഫസ്റ്റ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ്, അതിൽ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. മെഡിക്കൽ എയർ, മെഡിക്കൽ എയർ, മെഡിക്കൽ എയർ, മെഡിക്കൽ എയർ, മെഡിക്കൽ എയർ, medical air is a medical air is a mixture of gases, mixture, mixture of gases. ഒറ്റ ഗ്യാസ് അല്ല മെഡിക്കൽ എയർ എന്ന് പറയുന്നത്, ഇത് മിക്സ് ഓഫ് ഗ്യാസസ്, മിക്സർ ഓഫ് ഗ്യാസസ് ആണ്. ദാറ്റ് ഈസ് medical air is a mixture of gases that is primarily primarily composed of nitrogen and oxygen, nitrogen and oxygen, nitrogen and oxygen, used for respiratory support, RESPIRATORY, respiratory support in a variety of conditions. പല കണ്ടീഷനിലും റെസ്പിറേറ്ററി സപ്പോർട്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്താണ് ഗ്യാസ്, മിക്സർ ഓഫ് ഗ്യാസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഈ റെസ്പിറേറ്ററി സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. റെസ്പിറേറ്ററി സപ്പോർട്ട് ഇൻ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. കഴിഞ്ഞോ? Support in a variety of conditions. Next sentence. Medical air is supplied by SUPPLIED, supplied by a special air compressor, COMPRESSOR, special air compressor to patient care areas, using a clean outside air, Medical air is supplied by a special air compressor to patient care areas using a clean outside air. അതായത് ക്ലീൻ ഔട്ട്സൈഡ് എയർ, ശുദ്ധമായ പുറംവായു ഉപയോഗിച്ചിട്ട് രോഗിക്ക് കെയർ കൊടുക്കുന്ന ഏരിയയിലേക്ക്, പരിചരണ മേഖലകളിലേക്ക് പ്രത്യേകം ഒരു എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ എയർ വിതരണം ചെയ്യുന്നു. ശുദ്ധമായ പുറംവായു ഉപയോഗിച്ച് തന്നെ രോഗിയുടെ പരിചരണ മുറികളിലേക്ക് പ്രത്യേകം എയർ കംപ്രസറുകൾ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ എയർ വിതരണം ചെയ്യുന്നു. പിന്നെ അതിനകത്ത് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ്, ഇറ്റ് ഈസ് അൾട്രാ ക്ലീൻ, ഡ്രൈ, പ്യൂരിഫൈഡ്, കളർലെസ്, ഓഡർലെസ്. അതൊന്നും എഴുതണ്ട. നോൺ ഇൻഫ്ലമേബിൾ ഗ്യാസസ്, മെയിൻ കമ്പോണൻസ് നൈട്രജനും ഓക്സിജനും ആർഗണാണ്. അതും കൂടി എഴുതിക്കോട്ടോ. ഒരു സെന്റൻസ് കൂടി എഴുതിക്കോ. ഇറ്റ്സ് മെയിൻ കമ്പോണൻസ് are nitrogen, oxygen and argon. ഇത് മൂന്നുമാണ് മെയിൻ കമ്പോണന്റ്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എയറിന്റെ പ്രധാന കമ്പോണൻസ് ആണ് നൈട്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, അതുപോലെ തന്നെ ആർഗൺ.
nitrogen, oxygen, and argon. It is free of other color ഒന്നുമില്ല. അതൊന്നും കളർലെസ്, ഓർഡർലെസ്, നോൺ ഇൻഫ്ലമബിൾ ഗ്യാസസ് ആണ്. ഒന്നും വേണമെന്നില്ല. അപ്പൊ ജസ്റ്റ് എന്താണ് മെഡിക്കൽ എയർ എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെഫിനിഷൻ ആയിട്ട് പഠിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് ഇത് ഒരു ഡെഫിനിഷൻ പോലെ ഇതിനകത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നുള്ളൂ. അപ്പൊ ഇത്രയും ഓർത്ത് വെക്കുക. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ ഇറ്റ്സ് എ മിക്സർ ഓഫ് ഗ്യാസസ്. അതിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ നൈട്രജൻ ഉണ്ട്, പിന്നെ ഏതാണ്, ഓക്സിജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്. നൈട്രജനും ഓക്സിജനും ആർഗൺ ഉണ്ട്. കളർലെസ് ആണ്, കളർ ഇല്ല. ഓർഡർലെസ്, ഗന്ധമില്ല. പൊല്യൂഷൻ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഫ്രീ ആയിട്ടുള്ള എയർ ആണ് മെഡിക്കൽ എയർ. ഇത് എവിടെ യൂസ് ചെയ്യുന്നത്? സർജനൊക്കെ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എവിടെ എമർജൻസി ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു പേഷ്യന്റിനെ ഓപ്പറേറ്റിംഗ് റൂമില് കയറ്റുമ്പോൾ ആ സർജൻ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? പേഷ്യൻസ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്. ഇവിടെ പറഞ്ഞല്ലോ മെഡിക്കൽ എയർ ഈസ് യൂസ്ഡ് ഫോർ റെസ്പിറേറ്ററി സപ്പോർട്ട് ഇൻ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻ. പല കണ്ടീഷനിലും റെസ്പിറേറ്ററി അവർക്ക് ശ്വസിക്കാനായിട്ട് നല്ല സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. റെസ്പിറേറ്ററി സപ്പോർട്ട് ഇൻ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻസ്. ഇതാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ കളർ കോഡ് ഓഫ് മെഡിക്കൽ എയർ ഗ്യാസ് സിലിണ്ടർ? ഏതാ കളർ കോഡ്? ഏതാ പറഞ്ഞേ? കളർ കോഡ് ഏതായിരുന്നു? മെഡിക്കൽ നെക്സ്റ്റ് ഗ്യാസ് ആണ് ഓക്സിജൻ. ഓക്സിജൻ ഫെമിലിയർ ആണ് എല്ലാവർക്കും. എവിടെയാ യൂസ് ചെയ്യണേന്ന് പറഞ്ഞേ? വെന്റിലേറ്ററിലൊക്കെ കൊടുക്കുന്ന ഗ്യാസ് ആണ്. ഇപ്പൊ ശ്വസന സംബന്ധമായിട്ട് അവർക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേഗം തന്നെ ഓക്സിജൻ ഗ്യാസ് ആണ് കൊടുക്കുന്നത്, ഓക്സിജൻ. ഓക്സിജന്റെ കളർ കോഡ് വൈറ്റ് ആണ്. എഴുതി വെച്ചോ, കളർ കോഡ് ഓഫ് ഓക്സിജൻ സിലിണ്ടർ. ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ കോഡ് വൈറ്റ് ആണ്. വൈറ്റ് സിലിണ്ടർ ആണെങ്കിൽ അത് ഓക്സിജൻ ആയിരിക്കും. ഇതിന്റെ ഉള്ളില് ഓക്സിജൻ ഗ്യാസ് ആയിരിക്കും. കളർ കോഡ് ഓഫ് ഓക്സിജൻ വൈറ്റ് ആണ്. വൈറ്റ്. ഓക്കെ, നോക്കാം. ഓക്സിജൻ a medical gas required in every healthcare settings and is used for resuscitation and inhalation therapy. റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞ പുനരുജ്ജീവനം, അതായത് അവർക്ക് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ശ്വാസതടസ്സമൊക്കെ വന്ന് അവർക്കൊരു പുനരുജ്ജീവനം കൊടുക്കാൻ വേണ്ടിയിട്ട്, പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് ആവശ്യമുള്ള ഗ്യാസ് ഏത്? ഓക്സിജൻ ആണ്. അപ്പൊ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഇസ് യൂസ്ഡ് ഫോർ റെസിസിറ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. ഇൻഹലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹലേഷൻ എന്ന് പറഞ്ഞാൽ ശ്വസനം. ഇൻഹലേഷൻ തെറാപ്പി അതായത് നമ്മള് ഈ എന്താണ് പല പ്രശ്നങ്ങൾ ഹാർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്താൽ ലങ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ട് ശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് ഇൻഹലേഷൻ തെറാപ്പി. ശ്വാസം കൃത്രിമമായിട്ട് അവർക്ക് ശ്വാസം കൊടുക്കുന്ന അല്ലെങ്കിൽ എയർ കൊടുക്കുന്ന ഓക്സിജൻ കൊടുക്കുകയാണ് അവിടെ ഇൻഹലേഷൻ തെറാപ്പിയില്. allows conveying drugs to directly into the airway. അത് ഇത് എഴുതണമെന്നില്ല. അതായത് ശ്വസന ചികിത്സ, അതാണ് ശരിക്കും മലയാളം. ഇൻഹലേഷൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ ശ്വസന ചികിത്സ. അതായത് ശ്വാസം സ്വമേധയായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പല പ്രശ്നം ഹാർട്ട് പ്രശ്നമുള്ളവർക്ക്, ലങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ അവർക്ക് കൃത്രിമമായിട്ട് അവർക്ക് എന്താ കൊടുക്കുന്ന എന്താണ് വെന്റിലേറ്റർ. അവർക്ക് ശ്വാസം കൊടുക്കുന്നതാണ് വെന്റിലേറ്ററിൽ കൂടിയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണ് ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന ചികിത്സ എന്ന് പറയും. It is used for resuscitation and inhalation therapy. It can be used for medical condition like COPD. ഇനി ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിലാണ് ഈ ഓക്സിജൻ ഗ്യാസ് കൊടുക്കുന്നത്? COPD എന്താ ഫുൾ ഫോം അറിയോ? COPD എന്താന്ന് വെച്ചാ അത് എഴുതി വെച്ചോട്ടോ. COPD ക്രോണിക്, CHRONIC, ക്രോണിക് ഒബ്സ്ട്രേറ്റീവ്, OBSTRUCTIVE, chronic obstructive pulmonary, PULMONARY, pulmonary disease. Chronic obstructive pulmonary disease അതാണ് COPD. പ്രീവിയസ് ഇയറിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. എക്സ്പാൻഡ് COPD, chronic
ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്. എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് COPD എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്താ പറയാ, ബ്രീത്തിങ്ങിന് പ്രശ്നം വരുന്ന ഒരു സ്റ്റേജ് ആണ് COPD. ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ദാറ്റ് ബ്ലോക്ക് എയർ ഫ്ലോ ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ലങ്സ് ഡിസീസിനാണ് COPD എന്ന് പറയുന്നത്. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്. അവിടെ ഒറ്റ സെന്റൻസ് എഴുതി വെച്ചോ കേട്ടോ. COPD എന്താ COPD എന്നുള്ളത്. അപ്പൊ ഈ മെഡിക്കൽ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിലാണെന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക് COPD. ക്രോണിക് ഒബ്സ്ട്രേറ്റീവ് പൾമണറി ഡിസീസ്. എന്താണ് എക്സ്പാൻഡഡ് ഫോം പറഞ്ഞേ? COPD എക്സ്പാൻഡഡ് ഫോം എന്താണ്? Chronic obstructive pulmonary disease. താഴെ എഴുതിക്കോ. എ ഗ്രൂപ്പ് ഓഫ് COPD എന്താണ് കേട്ടോ? എ ഗ്രൂപ്പ് ഓഫ് lung disease. DISEASES. A group of lung disease that block airflow and make it difficult to breathe. ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് COPD. ദാറ്റ് ബ്ലോക്ക് എയർ ഫ്ലോ. നമ്മള് വായു പോകുന്ന എയർ ഫ്ലോയിനെയും അതുപോലെ തന്നെ ബ്രീത്തിങ്ങിനും ഡിഫിക്കൽട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ആണ് COPD എന്ന് പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് ദാറ്റ് ബ്ലോക്സ് എയർ ഫ്ലോ ആൻഡ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ബ്രീത്ത്. COPD. നെക്സ്റ്റ് ആണ് സൈനോസിസ്. CANOSIS. കേട്ടിട്ടുണ്ടോ സൈനോസിസ്? സയനോസിസ് അതായത് ഈ നമ്മളുടെ ബോഡിയില് ഓക്സിജന്റെ അഭാവം കൊണ്ട്, ഓക്സിജന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഓക്സിജന്റെ അഭാവം മൂലം ആ നെയില് അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ കളറ് മാറി ബ്ലൂ കളറ്, ഒരു നീല നിറം അല്ലെങ്കിൽ പർപ്പിൾ കളറൊക്കെ വരുന്ന ഒരു ഇതിനാണ് സൈനോസിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ്. എന്താണ് അത്? ഓക്സിജന്റെ കുറവ് കൊണ്ട്, ഓക്സിജന്റെ അഭാവം മൂലം നമ്മുടെ സ്കിന്നില്, നെയിലില്, ഈ നഖങ്ങളിലൊക്കെ അവിടെയൊക്കെ കളർ ചേഞ്ച് വരും. അത് ചേഞ്ച് ചെയ്യുന്ന ഒരു ബ്ലൂയിഷ് കളറായി മാറുന്നതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. അതൊന്ന് എഴുതിക്കോ. സൈനോസിസ്. CYANOSIS. സൈനോസിസ്. Cyanosis is a bluish color. In the skin, comma, lips and nail beds caused by a shortage of oxygen in the blood. നമ്മുടെ ബ്ലഡില് ഓക്സിജന്റെ അഭാവം മൂലം, അതിന്റെ ഷോർട്ടേജ് കൊണ്ട് ഉണ്ടാകുന്ന സ്കിന്നിനും ലിപ്സിനും ബെഡിനൊക്കെ ഉണ്ടാകുന്ന ആ കളറ് ഒക്കെ ബ്ലൂയിഷ് കളർ ആകുന്നതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. ഷോർട്ടേജ് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. സൈനോസിസ്. അപ്പൊ ഏതൊക്കെ കണ്ടീഷൻസിലാണ് നമ്മൾ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ പറഞ്ഞു COPD എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആണ് സൈനോസിസ്. നോക്കി അടുത്ത ഷോക്ക്. പിന്നെ സിവിയർ ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്വാസതടസ്സം. ഹെമറേജ് എന്ന് പറഞ്ഞ രക്തസ്രാവം. സിവിയർ ഹെമറേജ്, രക്തസ്രാവം, അമിത രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ. പിന്നെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, എനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ വരികയാണെങ്കിൽ. പിന്നെ കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്.
കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, അതായത് ഹൃദ്രോഗവും ശ്വസന സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഒരു റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണ് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ്, നമ്മുടെ ബ്രീത്തിങ് സ്റ്റോപ്പ് ആയി പോകുന്ന ഒരു അവസ്ഥ, ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ്, അതാണ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറയാം. കാർഡിയോവാസ്കുലർ, ഹൃദയ ധമനികളിലും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്, ഈ കണ്ടീഷൻസിലൊക്കെയാണ് ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു ഗ്യാസ് ആണ് ഓക്സിജൻ. കളർ കോഡ് ഏതായിരുന്നു? കളർ കോഡ് ഏതാ? വൈറ്റ്. ഓക്സിജൻ സിലിണ്ടറിന്റെ കളർ കോഡ് വൈറ്റ് ആണ്. ഇത് എവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഓക്സിജൻ ഗ്യാസ് വെന്റിലേറ്ററിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇൻഹലേഷൻ തെറാപ്പി, ശ്വസന ചികിത്സയ്ക്കൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. റെസിസിറ്റേഷൻ എന്ന് വെച്ചാൽ ഈ എന്താ പറയാ പുനരുജ്ജീവനം, അതിനും ഇൻഹലേഷൻ തെറാപ്പി അവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ. ഏതൊക്കെ ഈ മെഡിക്കൽ കണ്ടീഷൻ ഒക്കെ വരുമ്പോൾ COPD, പിന്നെ സൈനോസിസ് പറഞ്ഞുള്ള ബ്ലഡില് ഓക്സിജന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് അതിന്റെ ലാക്ക് അഭാവം കൊണ്ട് ഉണ്ടാകുന്ന ആ സ്കിന്നിനും ലിപ്പിനും നെയിൽ ബെഡിനൊക്കെ ആ കളർ മാറുന്ന ഒരു സ്റ്റേജ് ആണ് സൈനോസിസ്. അപ്പൊ ആ കണ്ടീഷനൊക്കെ വരുമ്പോഴും അപ്പൊ അവർക്ക് എന്താണ് പറയാ ഓക്സിജൻ അല്ലേ കൊടുക്കേണ്ടത്, ഓക്സിജന്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് ഉണ്ടാകുന്നതാണ്, അല്ലെ ഓക്സിജന്റെ ലാക്ക് ഓഫ് ഓക്സിജൻ, ഓക്സിജന്റെ കുറവ് കൊണ്ടാണ് സൈനോസിസ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ പേഷ്യൻസിന് പിന്നെ ഷോക്ക് കാര്യങ്ങൾ വരുമ്പോൾ, സിവിയർ ഹെമറേജ് എന്ന് പറഞ്ഞ രക്തസ്രാവം ഒക്കെ ഉണ്ടാകുമ്പോൾ, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, എനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങളോ, പിന്നെ അതുപോലെ കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, ഹൃദ്രോഗവും അതുപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ വരുമ്പോൾ, പിന്നെ റെസിസിറ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ടിനൊക്കെ വേണ്ടിയാണ് ഈ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 3 കാർബൺ ഡൈ ഓക്സൈഡ്. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്ത് എടുത്താൽ മതി. നെക്സ്റ്റ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. എഴുതിക്കോ, കളർ കോഡ് ഗ്രേ ആണ്, GREY. കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടറിന്റെ കളർ കോഡ് ഗ്രേ കളർ ആണ്, GREY, ഗ്രേ കളർ. Carbon dioxide is used for insufflating medical gas for less invasive surgery like അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ലാപ്രോസ്കോപ്പി എന്നാട്ടോ, LAPAROSCOPY, ലാപ്രോസ്കോപ്പി എന്നാണ്. LAPAROSCOPY, ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി ആൻഡ് ക്രയോതെറാപ്പി, as well as for respiratory stimulation during and after anesthesia. നോക്കിയേ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ്. ഇൻസഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഊതി വീർപ്പിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ വയറ് വീർപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ലാപ്രോസ്കോപ്പി എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ ആ വയറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ വയറ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വെച്ച് ഊതി വീർപ്പിക്കും. അതിനുശേഷമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് വയറ്റിലേക്ക് നിറച്ചതിന് ശേഷമാണ് അവര് ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത്, എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്നത്. അത് ഉള്ളിലുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, which gas is used for insufflating medical gas? അല്ലെങ്കിൽ ഡാഷ് ഈസ് ദ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്, ഊതി വീർപ്പിക്കാൻ വേണ്ടി യൂസ്ഡ് ഫോർ ലെസ് ഇൻവാസീവ് സർജറി. അങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവാസീവ് സർജറി? അല്ല, ഇൻവാസീവ് എന്ന് വെച്ചാൽ ആക്രമണാത്മകമല്ലാത്ത സർജറി, അതാണ് പറഞ്ഞേക്കുന്നത്. ആക്രമണാത്മകമല്ലാത്ത ലെസ് ഇൻവാസീവ് സർജറി. അപ്പൊ ഏത് ഗ്യാസാ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്? ഏതാ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്? ഏതാ? ഊതി വീർപ്പിക്കാൻ, വയറ് വീർപ്പിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതോടൊപ്പം തന്നെ നോക്കാം, ഇൻവാസീവ് സർജറീസ് ലൈക്ക് ആയിരിക്കാം ലാപ്രോസ്കോപ്പി. അവിടെ ചോദിക്കാം, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി? ലാപ്രോസ്കോപ്പിക്ക് ഏത് ഗ്യാസാ യൂസ് ചെയ്യണേ?
Carbon dioxide. Carbon dioxide. Which gas is used for arthroscopy? ഏതാണ് കാർബൺ ഡയോക്സൈഡ്. അങ്ങനെ ഓരോന്ന് ചോദിക്കാം. എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി, ആസ് വെൽ ആസ് ഫോർ റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ. അനസ്തേഷ്യക്ക് മുന്നും അനസ്തേഷ്യക്ക് ശേഷം ഒക്കെ റെസ്പിറേറ്ററി സ്റ്റിമുലേറ്റ് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് റെസ്പിറേഷൻ ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ് ആണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലാപ്രോസ്കോപ്പി എന്താണെന്നറിയോ? എന്താ ലാപ്രോസ്കോപ്പി? ലാപ്രോസ്കോപ്പി ചെയ്തിട്ടുണ്ടോ? ലാപ്രോസ്കോപ്പി നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ ഇച്ചിരി പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ലാപ്രോസ്കോപ്പി പറയും. അതായത് അബ്ഡോമൻ വയറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ലാപ്രോസ്കോപ്പി. is an operation performed in the abdomen or pelvic using a small incision with the aid of camera. അത് തന്നെ ലാപ്രോസ്കോപ്പ് ഉണ്ട്. അപ്പൊ അത് എന്താ ഒരു ചെറിയ ഒരു ട്യൂബ് പോലത്തെ ഒരു ഇത്. അപ്പൊ അതിന്റെ ഒരറ്റത്ത് ക്യാമറ ഉണ്ടാവും, ലൈറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് നേരെ വയറിന്റെ ഉള്ളിലേക്ക് കാണിക്കുമ്പോൾ എന്താ പറയാ, വയറിലെ ഓരോ ഭാഗങ്ങള് എന്താണ് പ്രശ്നം എന്നൊക്കെ കണ്ടുപിടിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. എന്നിട്ട് അതിന്റെ മറ്റൊരു ടിപ്പ് സ്ക്രീനിലേക്കാണ് വെച്ചേക്കുന്നത്, കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തേക്കുമായിരിക്കും. അപ്പൊ അത് പോകുന്ന ലാപ്രോസ്കോപ്പ് ഇത് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ അബ്ഡോമൻ അല്ലെങ്കിൽ പെൽവിക് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ചെയ്യുന്നതാണ് ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ആർത്രോസ്കോപ്പി. ആർത്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോബ്ലം, എന്തെങ്കിലും ജോയിന്റ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർത്രോസ്കോപ്പി പറയുന്നത്. ഇസ് എ പ്രൊസീജിയർ ഫോർ ഡയഗ്നോസിങ് ആൻഡ് ട്രീറ്റിംഗ് ജോയിന്റ് പ്രോബ്ലം. ജോയിന്റ് പ്രോബ്ലം ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർത്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് ഇതുപോലെ തന്നെയാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി എന്താ പറയാ, സർജറി ഒക്കെ കൂടാതെ ഇതുപോലെ തന്നെയുള്ളതാണ്. സർജറി ഓപ്പൺ സർജറി ഒക്കെ കൂടാതെ തന്നെ എന്താ ഉള്ളിലുള്ള കാര്യങ്ങള്, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതാണ് എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പ് 2-3 വയറിലൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ എന്താ പറയാ, ഈ അപ്പൻഡിക്സ് അങ്ങനെയുള്ള ഓപ്പറേഷൻ ഒക്കെ ഫുള്ള് സർജറി, ഓപ്പൺ സർജറി വേണ്ടല്ലോ. അപ്പൊ അതിനകത്തൊക്കെ എൻഡോസ്കോപ്പി ചെയ്യാം. അപ്പൊ 2-3 ഹോള് മാത്രം മതി. ആ ഹോളിൽ കൂടെയാണ് ഇത് ആ മെഷീൻ അതിന്റെ ഉള്ളിലേക്ക് കടത്തി ഇത് ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ സർജറി കൂടാതെ ചെയ്യുന്നതാണ് നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള, വയറ് മാത്രമല്ല എല്ലാ ഭാഗങ്ങളും ഒക്കെ ഉള്ളിലുള്ള ഭാഗം പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ഉപയോഗിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ചെറിയ ട്യൂബ്, തിൻ ട്യൂബ്, അതിന്റെ ക്യാമറ ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും. അതിന് ഉപയോഗിക്കുന്ന ഇതാണ് എൻഡോസ്കോപ്പാണ്. എൻഡോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്നത് എൻഡോസ്കോപ്പാണ്. എൻഡോസ്കോപ്പ് കടത്തിവിടും. അത് ഇതിൽ കൂടെ വെച്ചാൽ മൗത്തിൽ കൂടെയാണ് കടത്തിവിടുന്നത്. മൗത്ത് ഓപ്പണിംഗ് സച്ച് ആസ് യുവർ മൗത്ത് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങള്. ഇപ്പൊ ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, അതുപോലെ തന്നെ ക്രയോതെറാപ്പി. ഇത് ഈ ക്രയോതെറാപ്പി എന്ന് പറഞ്ഞത് ഞാൻ ഷോർട്ട് ആയിട്ട് ഓരോ സെന്റൻസും ഇത് എഴുതി തരാട്ടോ നിങ്ങൾക്ക്. ക്രയോതെറാപ്പി ഈസ് യൂസ് ഓഫ് എക്സ്ട്രീം കോൾഡ് ടു ഫ്രീസ് ആൻഡ് റിമൂവ് അബ്നോർമൽ ടിഷ്യൂസ്. ഭയങ്കര ഫ്രീസ് ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് അബ്നോർമൽ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് തെറാപ്പി എന്ന് പറയുന്നത്. ക്രയോതെറാപ്പി ഓക്കെ. Cryotherapy, as well as for respiratory stimulation during and after anesthesia. Carbon dioxide may be piped in a large hospital, but more likely comes in a tank. ഇവിടെ എന്താ പറഞ്ഞേക്കണേ, കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഈസ് മേ ബി പൈപ്ഡ് ഇൻ എ ലാർജ് ഹോസ്പിറ്റൽസ്. പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ കൂടെയാണ് വലിയ ഹോസ്പിറ്റൽസ് ഒക്കെ കൊടുക്കുന്നത്. ബട്ട് മോർ ലൈക്ലി കംസ് ഫ്രം എന്ന ടാങ്കുകൾ, പക്ഷെ കൂടുതൽ സാധ്യത ടാങ്കുകളിൽ നിന്നാണ് കൊടുക്കാനുള്ള ചാൻസ്. അത് പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ കൂടിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇതിനകത്ത് വരുന്ന കാര്യങ്ങള് കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ഫോർ ലെസ് ഇൻവാസീവ് സർജറി. ഇൻസഫ്ലേറ്റിംഗ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഴുതാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. വയറ് ഊതി വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ അതുപോലെ തന്നെ ഈ 4 എടുത്ത് ചോദിക്കും ഓരോന്നും. വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ലാപ്രോസ്കോപ്പി, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ആർത്രോസ്കോപ്പി, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ എൻഡോസ്കോപ്പി, വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ക്രയോതെറാപ്പി. പഠിക്കാൻ എളുപ്പമല്ലേ? ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കിട്ടിയോ കാർബൺ ഡൈ ഓക്സൈഡ്? വെന്റിലേറ്ററിൽ യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ? വെന്റിലേറ്ററിൽ ഓക്സിജൻ. ഇൻഹലേഷൻ തെറാപ്പി, റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പിക്ക് ഓക്സിജൻ ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ ഒപ്പം തന്നെ COPD, സൈനോസിസ് അങ്ങനെയുള്ള മെഡിക്കൽ കണ്ടീഷൻസും അത് നോക്കണം. ഇൻഹലേഷൻ തെറാപ്പി എന്ന് കണ്ട അപ്പോ എഴുതുക ഓക്സിജൻ. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ്. മാറിപ്പോരുത് കേട്ടാ. ഇൻഹലേഷൻ തെറാപ്പി ശ്വസന ചികിത്സയ്ക്ക് നമുക്ക് ശ്വസിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല നമ്മൾ ശ്വസിക്കുന്നത്. അപ്പൊ അത് വെച്ച് ഓർത്താൽ മതി. ഇൻഹലേഷൻ ശ്വസന പ്രക്രിയക്ക് അല്ലെങ്കിൽ ശ്വസന ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിജനും ഇൻസഫ്ലേറ്റിംഗ് ഊതി വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ 3 എന്ന് പറഞ്ഞോളൂ. മെഡിക്കൽ എയർ പറഞ്ഞു, ഓക്സിജൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു. ഇത് 3 ഒന്ന് നോക്കി, എന്നിട്ട് ഞാൻ അതിന്റെ നോട്ട് ഞാൻ തരാം. ജസ്റ്റ് ഓരോ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേ പിന്നെ എന്താന്നുള്ളൊരു ഐഡിയ കിട്ടൂല നിങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോ തെറാപ്പി. അത് 4. അത് വെറുതെ ടേംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണെന്നുള്ളത് നോക്കാം. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ ഒറ്റ ഗ്യാസ് അല്ല കേട്ടോ, അത് ഓർക്കണം. ഇസ് എ മിക്സർ ഓഫ് ഗ്യാസസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ. നൈട്രജനും ഓക്സിജനും അതുപോലെ തന്നെ ആർഗണും ഒക്കെ ഉള്ള ഒരു മിക്സ്ഡ് ഓഫ് ഗ്യാസസ് ആണ്. അതിന്റെ പ്രത്യേകത കളറില്ല, ഓർഡർലെസ് ആണ്, ഗന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ പൊല്യൂഷൻ ഫ്രീ ആണ്, പാർട്ടിക്കിൾസ് ഫ്രീ ആണ്. പിന്നെ എവിടെയാണ് ഇത് മെഡിക്കൽ എയർ യൂസ് ചെയ്യുന്ന? സർജൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ മെഡിക്കൽ എയർ on a medical air compressor to keep the patient comfortable and breathing. Emergency ആയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഓപ്പറേറ്റിംഗ് റൂമിൽ സർജൻ ഈ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്? പേഷ്യന്റിന്റെ കംഫർട്ടബിലിറ്റിക്കും അതുപോലെ നല്ല ബ്രീത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് മെഡിക്കൽ എയർ യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ എയർ മെഡിക്കൽ എയർ. അടുത്ത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നാ അത് ജസ്റ്റ് ആ 4 എണ്ണം ഒറ്റ ഒരു സെന്റൻസ് ഒന്ന് എഴുതിക്കോട്ടാ. ലാപ്രോസ്കോപ്പി, LAPAROSCOPY, ലാപ്രോസ്കോപ്പി. ലാപ്രോസ്കോപ്പി, ലാപ്രോസ്കോപ്പി. Laparoscopy is an operation. Laparoscopy is an operation performed PRFORMED performed in the abdomen
abdomen or pelvis using small incision INCISION with the end of a camera. Abdomen ഒക്കെ ടെസ്റ്റ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ലാപ്രോസ്കോപ്പി ഓപ്പറേഷൻ ആണ്. ലാപ്രോസ്കോപ്പി ഇത് ഫുള്ള് എന്താ പറയാ ഓപ്പൺ സർജറി അല്ല കേട്ടോ. ലാപ്രോസ്കോപ്പി is an operation performed in the abdomen or pelvic using a small incision with the aid of a camera. Next എഴുതിക്കോ ആർത്രോസ്കോപ്പി ARTHROSCOPY ആർത്രോസ്കോപ്പി. ആർത്രോസ്കോപ്പി 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 ഈ ലാപ്രോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റ് ഏതാ? അതുകൂടി എഴുതിക്കോട്ടെ അവിടെ. ലാപ്രോസ്കോപ്പ് ആട്ടോ. ലാപ്രോസ്കോപ്പ് LAPAROSCOP ലാപ്രോസ്കോപ്പ് ആണ്. ലാപ്രോസ്കോപ്പി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഇൻസ്ട്രുമെന്റിന് പറയുന്നതാണ് ലാപ്രോസ്കോപ്പ്. ലാപ്രോസ്കോപ്പ് ലാപ്രോസ്കോപ്പ് Arthroscopy is a procedure. Arthroscopy is a procedure for diagnosing and treating joint problems. Joint problem. Joint problem. Next, endoscopy. 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 Endoscopy is a medical procedure. Is a medical procedure that allows Endoscopy is a medical procedure that allows a doctor to observe observe the inside of the body without performing major surgery.
Major surgery. Okay, endoscopy is a medical procedure. Endoscopy is a medical procedure that allows the doctor to observe inside of our body without performing a major surgery. Major surgery ഒന്നും കൂടാതെ ബോഡിയുടെ എന്താണ് അകം നിരീക്ഷിക്കാൻ വേണ്ടി ഡോക്ടർ ചെയ്യുന്ന ഒരു ഇതാണ് എൻഡോസ്കോപ്പി. ഇതുപോലെ തന്നെ അതിന്റെ ഇൻസ്ട്രുമെന്റ് ഏതാ? ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ എൻഡോസ്കോപ്പി എൻഡോസ്കോപ്പ്. അതും കൂടെ എഴുതിക്കോ, എൻഡോസ്കോപ്പ്. Endoscope, ENDOSCOPE is used for endoscopy. Endoscope is used for endoscopy. Endoscopy എൻഡോസ്കോപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ചെറിയ എന്താ പറയാ ട്യൂബാണ് കേട്ടോ, ചെറിയൊരു ട്യൂബ് എൻഡോസ്കോപ്പി. പിന്നെ അടുത്ത ഒരെണ്ണം കൂടി പറഞ്ഞു, എന്താണ്? Cryotherapy. CRYOTHERPY. Cryotherapy is the use of extreme cold COLD to freeze, FREEZD, to freeze and remove abnormal tissue. Doctors use, next sentence, doctors use it to treat many skin conditions and some cancers. പല സ്കിൻ പ്രശ്നങ്ങളും അതുപോലെ പല ക്യാൻസറിനും ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രയോതെറാപ്പി യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ഡെഫിനിഷൻ ഒന്നും പഠിക്കണ്ട കേട്ടോ, അത് എന്താ പറയാ, വെറുതെ എന്താണെന്നൊന്നും അറിയാൻ വേണ്ടി തന്നുള്ളൂ. ഇതിൽ നിന്ന് വൺ വേർഡ്സുകൾ മാത്രം പഠിച്ചാൽ മതി, അല്ലാതെ വാട്ട് ഈസ് ആർത്രോസ്കോപ്പി, വാട്ട് ഈസ് എൻഡോസ്കോപ്പി ഇങ്ങനെയൊന്നും പഠിക്കണ്ട. ജസ്റ്റ് എന്താന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞോളൂ. ഇനി കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ അറിയാൻ പറ്റില്ലാതെ വരും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തന്നത്, ആ വേർഡ്സുകൾ മാത്രം എന്താണെന്നൊന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട, ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മാത്രം ഇതിൽ നിന്ന് പഠിച്ചാൽ മതി, എന്താണെന്ന് അറിയാൻ തന്നുള്ളൂ. അപ്പോ ഇന്ന് 24 ആയി. ഇനിയിപ്പോ ഞാൻ പുതിയത് എടുക്കുന്നില്ല. അപ്പൊ നമ്മള് കുറച്ചെടുത്തുള്ളൂ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഹോസ്പിറ്റൽസില് എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന ഗ്യാസ് ആണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പല ഏരിയാസ് എവിടേക്കാണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലെ. പല ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, അനസ്തേഷ്യ, പിന്നെ അതുപോലെ പല എക്യുപ്മെന്റ്സുകളൊക്കെ ഡ്രൈവ് ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും ഈ മെഡിക്കൽ ഗ്യാസസ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള സർവീസുകളെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഉള്ളൊരു കാര്യമാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ ഏരിയാസിലാണ് മെഡിക്കൽ ഗ്യാസസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഓരോ മെഡിക്കൽ ഗ്യാസസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആ പറഞ്ഞത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് മെഡിക്കൽ എയർ പറഞ്ഞു. അതെന്ന് പറഞ്ഞ മിക്സർ ഓഫ് ഗ്യാസസ് ആണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. എന്താ മെഡിക്കൽ എയർ എന്ന് പറഞ്ഞ? മെഡിക്കൽ എയർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിലും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുകളിലൊക്കെ മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കംപ്രസ് ചെയ്ത വായുവിന്റെ ശുദ്ധമായ വിതരണം എന്നാണ് മെഡിക്കൽ എയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് എന്താ പറയാ, കൺസിസ്റ്റ് ഓഫ് മിക്സർ ഓഫ് ഡിഫറെന്റ് ഗ്യാസസ്. മെയിൻ ആയിട്ട് നൈട്രജനും ഓക്സിജനും ആർഗണും ആണ് അതിനകത്ത് മെഡിക്കൽ എയറിലുള്ളത്. പിന്നെ അതിനകത്ത് അതിന്റെ പ്രത്യേകത പറഞ്ഞു, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, ഫ്രീ ഓഫ് പൊല്യൂഷൻ ആൻഡ് പാർട്ടിക്കിൾസ് ഫ്രീ ആണ്. പിന്നെ സർജൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ എയറിനെ ഫോർ ടു കീപ് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ആൻഡ് ബ്രീത്തിങ്.
ഓപ്പറേഷൻ റൂമില് പേഷ്യന്റ് കംഫർട്ടബിലിറ്റിക്കും നല്ല ബ്രീത്തിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സർജൻ ഈ മെഡിക്കൽ എയർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മൾ ഓക്സിജനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഇൻഹലേഷൻ, റെസിസ്റ്റേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പിക്കാണ് ഓക്സിജൻ ഗ്യാസ്, വെന്റിലേറ്ററിലാണ് യൂസ് ചെയ്യുന്നത് ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ പല കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഡിക്കൽ കണ്ടീഷൻ ലൈക്ക് ഏതൊക്കെയാണ് COPD, അവിടെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. പിന്നെ സൈനോസിസ്, ഷോക്ക്, സിവിയർ ഹെമറേജ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോ വാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, റെസിസ്റ്റേഷൻ ആൻഡ് ലൈഫ് സപ്പോർട്ട്. ഈ കണ്ടീഷൻ മെഡിക്കൽ കണ്ടീഷനിലൊക്കെ ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ മെഡിക്കൽ കണ്ടീഷൻസിലാണ് ഓക്സിജൻ ഗ്യാസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കും കേട്ടോ. ഇത് പ്രധാനമായിട്ട് ചോദിക്കുന്നത് വിച്ച് ഗ്യാസ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഹലേഷൻ തെറാപ്പി. പഠിച്ചോ? ഇൻഹലേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എഴുതുക ഓക്സിജൻ ഗ്യാസ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അത് നമ്മൾ പറഞ്ഞു എന്താണ്, ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണ്. is used for insufflating medical gas for less invasive surgery. പിന്നെ അതുപോലെ തന്നെ ഓരോ 4 എടുത്ത് ചോദിക്കാം. ലാപ്രോസ്കോപ്പി, ആർത്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, ക്രയോതെറാപ്പി. പിന്നെ എന്താ പറഞ്ഞ, ഇത് 3 നമ്മൾ ഇന്ന് പറഞ്ഞോളൂ. അപ്പൊ ഏതൊക്കെയാ? മെഡിക്കൽ എയർ പഠിച്ചു, ഓക്സിജൻ പഠിച്ചു, കാർബൺ ഡൈ ഓക്സൈഡ് പഠിച്ചു. ഓക്കെ, ഇത്രയും മതി. എന്താ ഇത് 3 ഗ്യാസുകളും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയൊക്കെ എടുക്കാം. ഓക്കെ, എന്നാ നമുക്ക് ഓക്കെ, താങ്ക് യു.